എൻ്റെ പേര് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി സനൽ, സ്ഥലം മൂവാറ്റുപുഴ. ഞാൻ 2016 ആണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. പിന്നീട് കോവിഡ് വന്നു. എൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ഉടമ്പടി നഷ്ടപ്പെട്ടു പോയി. വീണ്ടും ഞാൻ 2022 ജൂലൈയിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ വെച്ച് എൻ്റെ ഒരു മെയിൻ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഇളയ കുഞ്ഞിന് ഫിറ്റ്സ് വരുന്ന അസുഖം ഉണ്ടായിരുന്നു. പനി എപ്പോൾ വന്നാലും, പനി വരണമെന്നില്ല, ഒരു ജലദോഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഹോസ്പിറ്റലാണ്. ആ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധമ്മയുടെ മുമ്പിൽ വെച്ച് ഉടമ്പടി 3-4 തവണ ഫിറ്റ്സ് വന്നു. മെഡിസിനിൽ സാധാരണ പാരസെറ്റമോളിൽ നിൽക്കാറില്ല, ഇഞ്ചക്ഷൻ, പിന്നെ അതുപോലെ പാരസെറ്റമോൾ, സപ്പോസിറ്ററി, ഇങ്ങനെ എല്ലാം കൊണ്ട് മാത്രമേ കുറച്ചെങ്കിലും ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചയോളം ഹോസ്പിറ്റലാണ് എപ്പോഴും ആവുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പരിശുദ്ധമ്മയുടെ മുമ്പിൽ വെച്ചൊരു ഉടമ്പടിയുടെ നിയോഗമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം എന്നുള്ളത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ഒരു ദിവസവും കുഞ്ഞിന് പനി വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ പാരസെറ്റമോൾ 99 കൊണ്ട് അന്ന് ആ പനി നിന്നു. പിന്നീട് പനി വന്നിട്ടില്ല. പരിശുദ്ധമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു രോഗസൗഖ്യം കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന്. അങ്ങനെ ഇരിക്കുക. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു വിഷയമായിരുന്നു എൻ്റെ ഒരു ജോലി. ഒരു നേഴ്സാണെങ്കിലും എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പല രാജ്യത്തേക്കും ശ്രമിച്ചു. കാനഡ, ന്യൂസിലൻഡ്, UK ഇതൊക്കെയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അവസാനം ജോലി കിട്ടാതെ വന്നപ്പോൾ ഞാൻ കെയറായിട്ടെങ്കിലും പോകാനായിട്ട് UK അപ്ലൈ ചെയ്തു. UKVA എഴുതി. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ എതിരായിട്ട് അത് തോറ്റുപോയി. പക്ഷേ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു രാജ്യം, എൻ്റെ സ്വപ്നത്തിൽ പോലും വരാത്തൊരു സ്ഥലം ഈ അയർലൻഡിൽ പരിശുദ്ധമ്മ ജോലി തന്നെ എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഞാനിവിടെ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ, ഞാൻ പോകുന്നതിന് മുമ്പ് അമ്മയുടെ മുമ്പിൽ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യവും എല്ലാത്തിനും സാക്ഷ്യം പറയാമെന്ന്. പക്ഷേ എനിക്ക് പോകാനുള്ളൊരു തിരക്ക് പെട്ടെന്നായിരുന്നു, വിസയും കാര്യങ്ങളും വന്നത്, എനിക്ക് പറയാൻ പറ്റിയില്ല. പറയാനായിട്ട് ഇവിടെ വന്നു. പക്ഷേ സമയം എനിക്ക് അനുവദിക്കാത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ആദ്യം ഞാൻ ഇവിടെയാണ് വരണതെന്ന്. പക്ഷേ വരാൻ പറ്റിയില്ല. ഞാൻ ലീവിന് വന്ന് തിരിച്ചു പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പറയാണ്, കൊച്ചിന് പനിയാണ്, ഫിറ്റ്സ് അടിച്ചു, ഭയങ്കരമായിട്ടും ഫിറ്റ്സ് വന്നു, വീണ്ടും അഡ്മിറ്റാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ മനസ്സിൽ വന്നിരുന്നു സാക്ഷ്യത്തിൻ്റെ ഒരു കാര്യം. പക്ഷേ എനിക്കത് പറയാൻ പറ്റാതെ പോയി. വീണ്ടും എൻ്റെ കുഞ്ഞൊരാഴ്ചയോളം ഹോസ്പിറ്റലായി. അത് ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, ഇനി എന്നാണ് ഞാൻ വരുന്നത്, ഞാൻ അമ്മയുടെ മുമ്പിൽ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം പറയുമെന്ന് പറഞ്ഞ് ഞാൻ പോയി. താമസിച്ചതിന് ക്ഷമാപണം ചോദിക്കുന്നു അമ്മയോട്. പിന്നീട് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു അരിമ്പാറ പോലെ വന്നിരുന്നു. പക്ഷേ ഉടമ്പടി തൈലമിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പാടുപോലും ഇല്ലാതെ അത് സൗഖ്യമായി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അയർലൻഡിൽ കൃപാസനത്തിൻ്റെ ധ്യാനം വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അതിൽ പേപ്പറെല്ലാം വരും. ഞാൻ എൻ്റെ അറിയാവുന്ന കോണ്ടാക്ട്സിലൊക്കെ അത് സെൻഡ് ചെയ്ത് കൊടുക്കും. അതോടൊപ്പം വചനങ്ങൾ സ്റ്റാറ്റസായിട്ട് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി.